സിബി കൂടിയുണ്ട് ഡൽഹിയിൽ നിന്ന്. സിബി, ഹൈക്കമാൻഡിന്റെ ഇടപെടലിന് പിന്നിൽ കെ.സി. വേണുഗോപാൽ ആയിരിക്കുമല്ലോ. തരൂരിനെ വിളിപ്പിച്ചതാകുമോ അതോ അപ്പോയിന്റ്മെന്റ് എടുത്ത് തരൂർ പോയതായിരിക്കുമോ? ഇതിൽ തീർച്ചയായും തരൂർ പോയതാകാനാണ് സാധ്യത. കാരണം ഇന്നിപ്പോൾ തരൂർ 2 ദിവസമായി ദില്ലിയിലുണ്ടായിരുന്നു. 2 ദിവസമായി ദില്ലിയിൽ തരൂരിൻ്റെ പ്രതികരണമെല്ലാം നിലയിൽ മാധ്യമപ്രവർത്തകർ തേടിയിരുന്നു. പക്ഷേ തരൂർ പിന്നീട് പ്രതികരിക്കാമെന്നുള്ളൊരു മറുപടിയാണ് നൽകിയത്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസമായി ദില്ലിയിൽ ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയായിരുന്നു. എന്തായാലും തരൂർ ആഗ്രഹിച്ച പ്രകാരം തന്നെയുള്ളൊരു കൂടിക്കാഴ്ച എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞ സംസ്ഥാന കോൺഗ്രസിനുള്ളിലെ ഒരു വലിയ ഭിന്നതയുണ്ട്. അതുകൂടാതെ തരൂർ ഒരു വികസനം ചൂണ്ടിക്കാട്ടിയെന്ന പേരിൽ തരൂരിനെതിരെ ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുമ്പോൾ സ്വാഭാവികമായും തരൂരിന് അദ്ദേഹത്തിൻ്റെതായ വിശദീകരണം ഉണ്ടാവും. മാത്രമല്ല ഇന്നിപ്പോൾ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത് തരൂർ മാറ്റിപ്പറയുമെന്നാണ് താൻ കരുതുന്നത് എന്നുള്ളതാണ്. എന്തായാലും അവിടെയും തരൂർ ഇതുവരെയും ഈ കാര്യത്തിലൊരു മാറ്റി പറയാനോ അല്ലെങ്കിൽ തൻ്റെ നിലപാടിൽ നിന്നും പിന്നോക്കം പോകാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. മാത്രമല്ല ഇത് ഊതി വീർപ്പിച്ച കണക്കുകളാണെന്ന് പറയുമ്പോഴും കൃത്യമായ കണക്കുകൾ പുറത്തുവിടാൻ കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കും തരൂരിനെ ബോധ്യപ്പെടുത്താൻ അവർക്കും കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. സ്വാഭാവികമായും തരൂർ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ ഇത്തരത്തിൽ ഈ ഒരു എന്തുകൊണ്ടാണ് തനിക്കെതിരെ നടപടി അല്ലെങ്കിൽ ഇത്തരത്തിൽ തനിക്ക് നടപടി വേണമെന്ന് സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ തൻ്റെ നിലപാട് ഈ കാര്യത്തിൽ എന്തെല്ലാമാണ്, തനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം തന്നെയും അദ്ദേഹം കൃത്യമായി ഈ രാഹുൽ ഗാന്ധിയുമായും അല്ലെങ്കിൽ സോണിയാഗാന്ധിയുമായിട്ട് എല്ലാം തന്നെയും അദ്ദേഹം ഈ ഒരു കൂടിക്കാഴ്ചയിൽ വിശദീകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ഏകദേശം ഒരു 10 മിനിറ്റിൽ അല്ലെങ്കിൽ 10-15 മിനിറ്റ് മുകളിലായി ഇപ്പോൾ അദ്ദേഹം എനിക്ക് പിന്നിൽ കാണുന്ന ഈ ഒരു ജന്മത്തിലെ രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും വസതിയിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നത്. ഏതായാലും കൂടിക്കാഴ്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം തിരികെ വരുമ്പോൾ ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിച്ചേക്കും. എന്തായാലും ശശി തരൂർ 2 ദിവസമായി ദില്ലിയിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കെ.സി. വേണുഗോപാൽ അടക്കം പ്രതികരിച്ചും ഈ ഒരു രീതിക്കായിരുന്നു. എന്തായാലും ഇതിൽ വലിയ അതൃപ്തി ഹൈക്കമാൻഡുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ അതൃപ്തിയുണ്ട്. എങ്കിൽ പോലും അവിടെയും വി.ഡി. സതീശനും എം.എം. ഹസനും പോലുള്ള നേതാക്കളാണ് പരസ്യപ്രസ്ഥാനമായി രംഗത്ത് വന്നത്. പക്ഷേ കെ.പി.സി.സി. പ്രസിഡന്റ് കെ. സുധാകരൻ അടക്കമുള്ളവർ ഒരു മൃദു സമീപനം ഈ കാര്യത്തിൽ ഉണ്ടായി എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ശശി തരൂർ ഇപ്പോഴും അവിടെ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതിനുശേഷം അദ്ദേഹം പ്രതികരിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. സിബി, ഇക്കാര്യത്തിൽ കെ.സി. വേണുഗോപാൽ പറഞ്ഞതുപോലെ ആ വാക്കിൽ നിന്ന് പിന്മാറുന്ന നിലപാടിലേക്ക് തരൂർ പോയാൽ, അങ്ങനെ ഒന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തരൂരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. തരൂർ ഈ പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അതേ നിലപാട് തന്നെ തുടരുന്നുണ്ട്. തൻ്റെ ലേഖനം പൂർണ്ണമായി ഒന്ന് വായിച്ചാൽ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന പരിഹാസ ശരങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അങ്ങനെയുള്ള തരൂർ ഇത് മാറ്റി പറയും, തൻ്റെ ഡാറ്റ തെറ്റാണ് എന്ന വിലയിരുത്തലിലേക്കൊക്കെ അദ്ദേഹം വരും എന്ന ഒരു വിലയിരുത്തലാണോ കോൺഗ്രസ് ഉള്ളത്? ഇതിൽ ശശി തരൂർ തന്നെ നിലപാടിൽ ഒരു മാറ്റം വരുത്തുമെന്ന് നമുക്ക് മുൻകാല അനുഭവങ്ങൾ വെച്ച് പറയാൻ കഴിയില്ല. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും തരൂർ മുൻപും നമുക്കറിയാം കേരളയിലുമായി ബന്ധപ്പെട്ട എല്ലാ നിലയും അദ്ദേഹം ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. അന്ന് കോൺഗ്രസ് വളരെ വലിയ രീതിയിൽ LDF സർക്കാരിനെതിരെ സമരം നയിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം കേരളയിൽ പോലുള്ള വികസന പദ്ധതികൾ വരണമെന്ന് അദ്ദേഹം പരസ്യമായി വ്യത്യസ്തമായ ഒരു അഭിപ്രായം എടുക്കുകയും വികസനം വരുമ്പോൾ അതിനെ തടയിടുന്നത് ശരിയല്ല, അതിനെ രാഷ്ട്രീയമായി കാണരുതെന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. മാത്രമല്ല അദ്ദേഹം പിന്നീട് അത് മാറ്റി പറയാനും തയ്യാറായില്ല. അന്നും വളരെ വലിയ രീതിയിൽ തരൂരിനെതിരെ അച്ചടക്ക നടപടി വേണമെന്നെല്ലാം തന്നെയും അന്നും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ തരൂർ ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്താൻ തയ്യാറായില്ല. സ്വാഭാവികമായും മുൻകാല അനുഭവം വെച്ച് നോക്കുമ്പോൾ തരൂർ അതിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതയില്ല. മാത്രമല്ല അദ്ദേഹം പറഞ്ഞപോലെ ഇപ്പോൾ നേരത്തെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാവുന്നവർക്കെല്ലാം തന്നെയും അത് ബോധ്യപ്പെടും എന്നുള്ളൊരു പരിഹാസം കൂടി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തു. മാത്രമല്ല ഇതിൽ അദ്ദേഹം ഒരു മൃദു സമീപനത്തിലേക്ക് സമീപനം സ്വീകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹം പിന്നീടും സ്വീകരിച്ചില്ല. വലിയ വിവാദമായി ഇത് കൊണ്ടുവരികയും എം.എം. ഹസനടക്കം അദ്ദേഹം പ്രവർത്തക സമിതിയിൽ നിന്ന് രാജിവെച്ച് പുറത്തു പോകട്ടെ എന്നെല്ലാം തന്നെയും പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് അദ്ദേഹം മാറ്റം വരുമെന്ന് നമുക്ക് കരുതാൻ കഴിയുന്നില്ല. ഇപ്പോൾ കെ.സി. വേണുഗോപാൽ അടക്കം പുറത്തേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ കൂടിക്കാഴ്ച കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മനു അഭിഷേക് സിംഗ്വി അടക്കമുള്ള നേതാക്കൾ പോകുന്നു. അതോടൊപ്പം തന്നെ കെ.സി. വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ വരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അവരിൽ നമ്മൾ ഒരു പ്രതികരണം പ്രതീക്ഷിക്കുന്നുണ്ട്.
ഈ കൂടിക്കാഴ്ചയിൽ എന്തായാലും KC വേണുഗോപാലും മനു അഭിഷേക് സിംഗ്വി പോലുള്ള നേതാക്കന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ KC വേണുഗോപാൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും കൂടിക്കാഴ്ച അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. KC വേണുഗോപാലും മനു അഭിഷേക് സിംഗ്വിയുമാണ് ഇപ്പോൾ കടന്നുപോയത്. രണ്ടുപേരും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൂടിക്കാഴ്ചയിൽ കൃത്യമായി ശശി തരൂർ തന്നെ നിലപാട് വ്യക്തമാക്കിയിരിക്കും. അതോടൊപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ളവർ അവർ അതൃപ്തിയും രേഖപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെ വികസനം അത് എടുത്തു പറഞ്ഞത് വളരെ വലിയ രീതിയിൽ ഒരു മൊത്തത്തിൽ അസാധാരണമായ രീതിയിൽ അതൊരു ചർച്ചകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടായിരിക്കുകയാണ്. പ്രത്യേകിച്ച് രാഹുൽ കോൺഗ്രസിന്റെ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളല്ല തരൂർ എന്ന പരാതിയാണ് കേരളത്തിലെ നേതാക്കൾക്കുള്ളത്. ഇത് KPCCയോടുള്ള KPCCക്ക് അകത്തുള്ള പ്രശ്നങ്ങളുണ്ട് തരൂരിനോട്, ഒപ്പം ഹൈക്കമാൻഡിലുള്ള അതൃപ്തിയുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളൊക്കെ ചർച്ചയായിട്ട് ഉണ്ടാകാം. എങ്കിലും ഈ തരൂരിനെ അനുനയിപ്പിക്കുക എന്ന നീക്കം തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായും ഹൈക്കമാൻഡ് സ്വീകരിക്കുക. തരൂരിനെതിരെ പരസ്യമായ ഒരു പ്രതിഷേധം വേണ്ട, വിമർശനം വേണ്ട, പരാമർശം വേണ്ട എന്നൊക്കെ പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. അല്ല, തീർച്ചയായും ഒരു കടുത്ത നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം ഒരു അച്ചടക്ക നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വം വ്യക്തമാക്കിയത്. മാത്രമല്ല ഇതൊരു പരസ്യമായ ഒരു വിഴുപ്പലക്കായി മാറ്റേണ്ട എന്നൊരു കാര്യം കൂടി സംസ്ഥാന നേതൃത്വത്തിന് നേരത്തെ ഹൈക്കമാൻഡ് നൽകിയിരുന്നു. മാത്രമല്ല ഇതിൽ എങ്ങനെയാണ് തരൂരിനെതിരെ നടപടി സ്വീകരിക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു സർക്കാരിൻ്റെ വികസനം ചൂണ്ടിക്കാട്ടിയെന്ന പേരിൽ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ ഏത് രീതിക്ക് വിശദീകരിക്കണം എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം ശശി തരൂർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം ഒരു ലോകോത്തര നേതാവ് കൂടിയാണ്. ആ രീതിക്കുള്ള ഒരു തരൂരിനെതിരെ നടപടി സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അത് ദേശീയ തലത്തിൽ പോലും അത് വളരെ വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായി മാറും. അത് എന്തുകൊണ്ടാണ് തരൂരിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഹൈക്കമാൻഡ് വ്യക്തമാക്കേണ്ടി വരും. അങ്ങനെ വ്യക്തമാക്കുമ്പോൾ LDF സർക്കാരിൻ്റെ വികസനം ചൂണ്ടിക്കാട്ടിൻ്റെ പേരിൽ നടപടി എടുക്കുന്നു എന്ന് ഒരു വിശദീകരണം നൽകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട്. കാരണം വളരെ വലിയ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തരൂരുമായി സംസാരിച്ച് ഒരു അനുനയ ശ്രമവും നടത്തുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്നത്തെ ഒരു കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുന്നൊരു പരിണിത ഫലം എന്ന് പറയുന്നത്. തരൂരിൻ്റെ നടപടിയെടുക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ ഒരിക്കലും കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശരിക്കും വിട്ടിലായി നിൽക്കുകയാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് നേതൃത്വം കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാകും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഒരു അനുനയ ശ്രമം തന്നെയായിരിക്കും. ഒരു പക്ഷേ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടങ്ങുന്ന അല്ലെങ്കിൽ KC വേണുഗോപാൽ അടങ്ങുന്ന എല്ലാ നേതാക്കന്മാരും ഒരുമിച്ചുകൊണ്ട് ഒരു അന്വേഷണ ശ്രമം തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരിക്കുക. എന്തായാലും ഒരു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത എന്തായാലും ഇല്ല. നടപടി എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഗ്രൂപ്പിസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാർട്ടി വിരുദ്ധ നടപടിയല്ല തരൂർ സ്വീകരിച്ചത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം, അത് അദ്ദേഹത്തിൻ്റെ ബോധ്യത്തിൽ നിന്നുണ്ടായ അഭിപ്രായം അദ്ദേഹം അത് രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ നടപടി എടുക്കുക എന്നുള്ളത് അത് അസാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. ഹൈക്കമാൻഡ് അങ്ങനെയൊരു നിലപാട് തന്നെയല്ലേ, അങ്ങനെ ഒരു സൂചന തന്നെയാണ് ആദ്യം മുതലേക്ക് നൽകിയത്. കാരണം ഇതൊരു വലിയ രീതിയിലൊരു നടപടിയില്ല. മാത്രമല്ല